നാരായണായ. മഹാഭാഗവതം അധ്യായം 32. അപ്പോൾ ബലഭദ്രന്റെ മുഖം ശോണവിവർണമായി, ഹൃദയത്തിൽ കോപാഗ്നി ആളിക്കത്തി. അദ്ദേഹം വിചാരിച്ചു, അഹങ്കാരം കൊണ്ട് മതോന്മത്തനായിരിക്കുന്ന ഇവന്റെ മുമ്പിൽ തത്വോപദേശം വിലപ്പോവുകയില്ല. ഇവനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട കൃഷ്ണനെ പിന്തിരിപ്പിച്ച് സമാധാനമുണ്ടാക്കാമെന്ന് പറഞ്ഞു പോന്ന ഞാനിപ്പോൾ വിഡ്ഢിയായി. ഇവനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ അതും എനിക്കൊരു കുറവാണ്. ആയതിനാൽ കുറച്ചുകൂടി ക്ഷമ കാണിക്കുന്നതായിരിക്കും ഉത്തമം. ഏതായാലും ഇവൻ അനർത്ഥത്തിന്റെ അടിയൊഴുക്കിൽ വീണു കഴിഞ്ഞു. അനന്തരം അല്പം പരിഹാസ സ്വരത്തിൽ ചോദിച്ചു, ഹേ ദുര്യോധന മഹാരാജാവേ, രാജേന്ദ്ര മകുടാലങ്കാരമേ, യദുവംശത്തിന് രാജത്വമില്ലെന്നങ്ങ് പറഞ്ഞത് ഏത് ന്യായം വെച്ചുകൊണ്ടാണ്? എന്തടിസ്ഥാനത്തിലാണ്? പൂർവിക പിതാവായ യയാതി പറഞ്ഞതാണോ അങ്ങയുടെ പ്രമാണം? മാഹിഷ്മതി മന്നവ ശിഖാമണിയായിരുന്ന കാർത്തവീര്യാർജുനൻ യദുവംശജനല്ലായിരുന്നോ? വൃഷ്ണി ആരായിരുന്നു? അന്ധകൻ ആരായിരുന്നു? ആഹുകൻ ആരായിരുന്നു? വൃഷ്ണികൾ ചെരുപ്പുകളും നിങ്ങൾ രാജകിരീടങ്ങളുമാണില്ലേ? ഇന്ദ്രലോകത്തു നിന്നും സുധർമ്മയും പാരിജാതവും വരുണനിൽ നിന്നും ശ്വേതാശ്വങ്ങളും ലഭിച്ച ഉഗ്രസേനൻ രാജാവല്ല പോലും. ഈ ലോകത്തിൽ സർവോന്നതമായ സുധർമ്മ എന്ന നാഗസഭാതലം ലഭിച്ച വേറെ ഏതെങ്കിലും ഒരു രാജാവുണ്ടോ? ഉഗ്രസേനൻ ചെരുപ്പാണില്ലേ? കൗരവരായ നിങ്ങൾ രത്നകിരീടം ചൂടുന്ന രാജപുങ്കവന്മാരും. നിങ്ങളുടെ ഉത്ഭവം ആലോചിച്ചാൽ നിങ്ങൾക്ക് രാജ്യത്വമുണ്ടോ? നിങ്ങൾ വെറും ഹീനജാതരല്ലേ? നിന്റെ രാജ്യവും രാജധാനിയും എവിടെ കിടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ഷമ വെടിഞ്ഞ് ഉഗ്രകോപത്തോടെ രുധിരനയനായി ബലരാമൻ എഴുന്നേറ്റ് തൻ്റെ സീരായുധത്തിന്റെ അഗ്രം ഹസ്തിനപുരത്തിൽ ഊന്നിക്കൊളുത്തി അതിശക്തിയായി ഒന്ന് വലിച്ചു. അപ്പോഴത്തേക്ക് അത് ജാഹ്നവിയിലേക്ക് വീഴാനായി ചെരിഞ്ഞു. അത് കണ്ട് ആ പുരവാസികൾ ആബാലവൃദ്ധം പരിഭ്രമിച്ച് കൂട്ട നിലവിളി മുഴക്കി സർവ്വജനങ്ങളും സംഘർഷണന്റെ ചരണ പങ്കജങ്ങളിൽ വീണ രക്ഷിക്കണേ രക്ഷിക്കണമേ എന്ന് സങ്കടത്തോടെ അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. ഭീഷ്മർ നീലാംബരന്റെ കഴൽ മലരുകളിൽ പ്രണമിച്ചുകൊണ്ട് അഹങ്കാരികളുടെ അപരാധം ക്ഷമാപൂർവം കാരുണ്യപൂർവം ക്ഷമിച്ച് മാപ്പ് നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചു. രാമൻ ശാന്തനായി പുരവും സീരവും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയെങ്കിലും ഹസ്തിനപുരം ഗംഗയിലേക്ക് അല്പം ചെരിഞ്ഞു നിൽക്കുന്ന നിപ്പിൽ തന്നെ ഉറച്ചുപോയി. സുയോധനൻ തൻ്റെ സർവ അപരാധങ്ങളും പുറത്ത് തനിക്ക് മാപ്പരുളണമെന്ന് പേർത്ത് അപേക്ഷിച്ചുകൊണ്ട് ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചു. അനന്തരം പുത്രിയെയും സാമ്പനെയും മുസലിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തൃപ്പാദ സന്നിധിയിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചു. 12,000 ഗജവീരന്മാരും 10,000 അശ്വങ്ങളും കനക രമണീയങ്ങളായ 6,000 രഥങ്ങളും 8 ഭാരം സ്വർണ രത്നാദികളും മകളോടുള്ള വാത്സല്യത്തിന്റെ പേരിൽ കന്യാദാനമായി നാഗധ്വജൻ നാഗാംശജാതന് ദാനം ചെയ്തു. ഇവയെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ച് ലക്ഷണയോടും സാമ്പനോടും കൂടി ബലഭദ്രൻ ആമോദാനന്ദ സമന്വിതം ദ്വാരകയിലേക്ക് തിരിച്ചു. ഒരു വലിയ ഘോഷയാത്രയായി ദുര്യോധനനും പരിവാരങ്ങളും അവരെ അനുഗമിച്ചു. ലക്ഷണ സാമ്പന്മാരുടെ വിവാഹം ആഡംബരപൂർവ്വം ദ്വാരകയിൽ വെച്ച് ആഘോഷിക്കപ്പെട്ടു. താൻ ദുര്യോധനനുമായി സമരം ചെയ്ത് അവനെ വധിച്ചാൽ ഭാവിയിൽ നടക്കേണ്ടതായ ഭാരത യുദ്ധം പിന്നെ നടക്കയില്ല. ആ യുദ്ധം നടക്കണം, അത് അനിവാര്യമാണ്. അനവധി ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനുള്ള സംഗ്രാമമാണത്. അതിൻ്റെ സൂത്രധാരത്വം വഹിക്കേണ്ടതും താനാണ്. ഈ വിധമുള്ള ചിന്തകളാലാണ് ഭഗവാൻ അഗ്രജന്റെ വാക്കുകളെ അനുസരിക്കുന്നു എന്ന് ഭാവിച്ച് ശാന്തത കൈവരിച്ചത്. നാഗധ്വജത്തിന്റെ അഹങ്കാര ജടിലമായ ദുർഭാഷണം കേട്ടിട്ട് ക്ഷിപ്രകോപിയായ ബലഭദ്രനും തൻ്റെ ക്രോധമടക്കി യുദ്ധം കൂടാതെ മറ്റു വിധത്തിൽ അവനെ ഭീഷണിപ്പെടുത്തിയതും ആ കാരണം കൊണ്ടുതന്നെയാണ്. രുക്മിണിയുടെ അഗ്രജനായ രുക്മി അവളുടെ വിവാഹത്തിന് ശേഷം വിദർഭ രാജ്യത്തിൽ കടക്കാതെ ഭോജകടയിൽ തന്നെ താമസിക്കുകയായിരുന്നു. അക്കാലത്തിനിടയിൽ അവൻ ശത്രു സംഹാരാർത്ഥം കൈലാസത്തിൽ പോയി 3 വർഷം പരമശിവനെ തപം ചെയ്ത് മൃത്യുഞ്ജയൻ പ്രത്യക്ഷപ്പെട്ട്
ശത്രു സംഹാര ശക്തമായ ഒരു ചാപം രുക്മിക്ക് ദാനം ചെയ്തു. ശത്രുഭാവത്തിൽ ശ്രീനാരായണനോ അദ്ദേഹത്തിന്റെ തൽപ്പമായ ആദിശേഷനോ ഒഴിച്ച് മറ്റാരെതിർത്താലും ഈ ചാപം കൊണ്ട് നിനക്കവനെ ജയിക്കാൻ സാധിക്കും എന്ന് അരുളി ചെയ്തു. രുക്മിയുടെ പുത്രിയായ രുക്മാവതി അക്കാലത്ത് രൂപലാവണ്യം തികഞ്ഞ ഒരു തരുണിയായി വളർന്നു കഴിഞ്ഞിരുന്നു. പ്രത്യുപ്നന്റെ രൂപ സൗഭാഗ്യാദി ഗുണഗണങ്ങളെ കേട്ടറിഞ്ഞ് അവൾ ആ സുന്ദര മന്മഥനിൽ ദൃഢാനുരക്തയായി ഭവിച്ചു. രുക്മി കൃഷ്ണനോട് വിരോധമുള്ളവനായിരുന്നു എങ്കിലും അനുജത്തിയായ രുക്മിണിയോട് അന്നും അതിരറ്റ സ്നേഹവും വാത്സല്യവും അവനുണ്ടായിരുന്നു. മകളുടെ മനോഗതം മാതാവ് വഴി പിതാവ് അറിഞ്ഞു. മകനെ കൊണ്ട് സഹോദരപുത്രിയെ പാണിഗ്രഹണം ചെയ്യിക്കാൻ രുക്മിണിക്കും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കൃഷ്ണന്റെ അഭിപ്രായം അറിയാൻ പാടില്ലായിരുന്നതുകൊണ്ട് രുക്മി അതൊന്നും വകവെച്ചില്ല. പുത്രിയുടെ വിവാഹം സംബന്ധിച്ചൊരു സ്വയംവര മഹോത്സവം അവനങ്ങ് നിശ്ചയിച്ചു. അവൾക്കിഷ്ടമുള്ളവനെ അവൾ വേൾക്കട്ടെ എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. സ്വയംവര ദിവസം രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, സാമന്തന്മാർ തുടങ്ങിയ എല്ലാവരും പന്തലിൽ നിരന്നു. മാതാവിൻ്റെയും വധുവിൻ്റെയും ആഗ്രഹം അറിഞ്ഞിരുന്ന പ്രത്യുപ്നൻ ആ അവസരത്തിൽ ഭോജകടയിലെത്തി കല്യാണ മണ്ഡപത്തിൽ പ്രവേശിച്ച് മറ്റുള്ള മന്നവന്മാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ രുക്മാവതിയുടെ ഗളതലത്തിൽ താലി ബന്ധിച്ച് അവളെ വേളി കഴിച്ചു. പല ഭൂപതികളാലും ആഗ്രഹിക്കപ്പെട്ടിരുന്നവളാണ് രുക്മാവതി. ആയതിനാൽ പ്രത്യുപ്നൻ കൃഷ്ണൻ രുക്മിണിയെ എന്ന പോലെ ബലമായി ചെന്ന് അവളെ താലി കെട്ടി സ്വീകരിച്ചത് കണ്ട് നൈരാശ്യത്തോടെ പല നൃപന്മാരും അവനോട് എതിരിട്ടെങ്കിലും ഏകരഥനായി നിന്ന് യുദ്ധം ചെയ്ത് അരാധികളെ മുഴുവൻ തോൽപ്പിച്ച് അവൻ രുക്മാവതിയെയും കൊണ്ട് ദ്വാരകയിലെത്തി. കൃഷ്ണൻ തൻ്റെ പുത്രന്റെ വിവാഹം അത്യാഡംബരപൂർവം ദ്വാരകയിൽ വെച്ച് നടത്തുകയും ചെയ്തു. പ്രത്യുപ്ന പത്നിയായ മായാവതി ഭർത്താവ് രുക്മാവതിയെ വേൾക്കുന്നതിന് സമ്മതമുള്ളവളായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾ രതീദേവിയാണ്. ഈ മായാവതി വേഷം വെടിയേണ്ടവളാണ്. അവളിൽ നിന്നും ഒരു സന്താനയോഗത്തിനും അവകാശമില്ല. അതാണ് അതിന് കാരണം. രുക്മാവതിയിൽ പ്രത്യുപ്നന് അനിരുദ്ധൻ എന്നൊരു തനയനും കാലാന്തരത്തിൽ ഉണ്ടായി. ബാക്കി നമുക്ക് നാളെ പറയാം.